വിദ്യാസ് GST അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് രണ്ട് പ്രധാനപ്പെട്ട അഡ്വൈസറികളാണ്. GST പോർട്ടൽ വന്ന രണ്ട് പ്രധാനപ്പെട്ട അഡ്വൈസറികൾ. ഒക്ടോബർ 8, 2025 വന്ന ഒരു അഡ്വൈസറി നമ്മുടെ 2B ജനറേറ്റ് ചെയ്യുന്നത് സംബന്ധിച്ചാണ്. അപ്പോൾ പല ഗ്രൂപ്പുകളിൽ പല മെസ്സേജുകൾ വന്നു. 2B ജനറേറ്റ് ആകുന്നതിൽ തടസ്സമുണ്ട്, IMSൽ എല്ലാം അക്സെപ്റ്റ് ചെയ്താലേ 2B ജനറേറ്റ് ആകുകയുള്ളൂ, അങ്ങനെയൊക്കെയുള്ള ഒരു മെസ്സേജസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ 3Bയിൽ ഓട്ടോ പോപ്പുലേറ്റ് ആവില്ല എന്നുള്ള മെസ്സേജസും ഉണ്ടായിരുന്നു. അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ GSTN ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയിട്ടുള്ളതാണ് ഈ ഒരു അഡ്വൈസറി. നമുക്ക് നോക്കാം. ഇറ്റ് ഹാസ് കം ടു നോട്ടീസ് ദാറ്റ് സം പോസ്റ്റ് ആർ സർക്കുലേറ്റിംഗ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ചേഞ്ചസ് ഇൻ GST റിട്ടേൺ ഫയലിംഗ് ഫ്രം October 1, 2025. വി വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദി ഫോളോയിങ്. അപ്പം GSTN തന്നെ ഒരു ക്ലാരിറ്റി നമുക്ക് തരുന്നുണ്ട്. നോ ചേഞ്ച് ഇൻ ഓട്ടോ പോപ്പുലേഷൻ ഓഫ് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് വിൽ കണ്ടിന്യൂ ടു ഓട്ടോ പോപ്പുലേറ്റ് ഫ്രം GSTR 2B ടു GSTR 3B. ഓട്ടോ പോപ്പുലേഷനൊന്നും ഒരു മാറ്റവുമില്ല. നമ്മുടെ മുൻ മാസങ്ങളിൽ എങ്ങനെയാണോ 2Bയിൽ നിന്നും 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യപ്പെട്ടിരുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഓട്ടോ പോപ്പുലേറ്റ് ആകുന്നതാണ്. ദി മെക്കാനിസം ഓഫ് ഓട്ടോ പോപ്പുലേഷൻ റിമൈൻസ് അൺചേഞ്ച്ഡ് ഡ്യൂ ടു ദി ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി IMS, അതായത് ഇൻവോയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഓട്ടോ പോപ്പുലേഷൻ IMSൽ വന്നിരിക്കുന്ന എന്തെങ്കിലും ചേഞ്ച് കൊണ്ട് ഓട്ടോ പോപ്പുലേറ്റ് ആവില്ല എന്ന ഒരു പ്രചരണം തെറ്റാണ്. നമ്മൾക്ക് IMSൽ എന്തെങ്കിലും ഒരു ആക്ഷൻ നമ്മൾ ചെയ്യുവാണെങ്കിൽ മാത്രമാണ് അത് റീകമ്പ്യൂട്ട് ചെയ്തിട്ട് 2B ജനറേറ്റ് ആകുന്നത്. അല്ലാത്ത പക്ഷം 2Bയിൽ നിന്ന് 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യുന്നതിന് ഒരു ചേഞ്ചുമില്ല, അത് അൺചേഞ്ച് ആണ് എന്നാണ് ഈ ഒരു ക്ലാരിറ്റി നമുക്ക് തരുന്നത്, ഈ ഒരു അഡ്വൈസറി നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് GSTR 2B ജനറേഷനെ കുറിച്ചാണ്. GSTR 2B വിൽ കണ്ടിന്യൂ ടു ബി ജനറേറ്റഡ് ഓട്ടോമാറ്റിക്കലി ഓൺ 14th of every month. നമുക്കറിയാം എല്ലാ മാസവും GSTR 2B 14 നമുക്ക് ജനറേറ്റ് ആകും. വിത്തൗട്ട് എനി മാനുവൽ ഇൻ്റർവെൻഷൻ ബൈ ടാക്സ് പേയേഴ്സ് ഓർ ബേസ്ഡ് ഓൺ ദി ആക്ഷൻ ടേക്കൺ ബൈ ദി ടാക്സ് പേയർ. നമ്മൾ മാനുവലായി ഒരു കാര്യങ്ങളും ചെയ്യാതെ തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ എങ്ങനെയാണോ 2B 14 ഓട്ടോ പോപ്പുലേറ്റ് ആയിക്കൊണ്ടിരുന്നത് ആ രീതിക്ക് തന്നെ 2B നമുക്ക് ജനറേറ്റ് ആയി 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആവും. ടാക്സ് പേയേഴ്സ് ക്യാൻ ടേക്ക് ആക്ഷൻ ഇൻ IMS ഈവൻ ആഫ്റ്റർ ജനറേഷൻ ഓഫ് 2B till filing of GSTR 3B and can regenerate GSTR 2B accordingly. അപ്പോൾ നമുക്ക് അറിയാം IMSൽ നമ്മൾ എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുക 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് IMSൽ എന്തെങ്കിലും ആക്ഷൻ ചെയ്യണമെങ്കിൽ ചെയ്യാം. ടാക്സ് പേയേഴ്സ് ക്യാൻ ആക്ഷൻസ് ഇൻ IMS ഈവൻ ആഫ്റ്റർ 2B ജനറേറ്റ് 14 2B ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടും നമുക്ക് IMSൽ വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ 3B നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്ത് മാറ്റങ്ങൾ വേണോ IMSലും നമ്മുടെ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന 2Bയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് ഈ ഒരു ക്ലാരിറ്റി നമുക്ക് തരുന്നത്. അപ്പം നമുക്ക് മുൻ മാസങ്ങളിലെ പോലെ തന്നെ 2Bയിൽ നിന്നും 3Bയിലേക്ക് ഓട്ടോ പോപ്പുലേറ്റ് ആകും. അതുപോലെ തന്നെ നമ്മൾ മാനുവലായി ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഈ 2B 14 ജനറേറ്റ് ചെയ്യാൻ IMSൽ എന്തെങ്കിലും ആക്ഷൻസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാം. അത് 14 2B ജനറേറ്റ് ആയതിന് ശേഷവും നമുക്ക് ചെയ്യാം. നമുക്ക് നേരത്തെ ഉള്ള പോലെ തന്നെ ഈ 3 കാര്യങ്ങളും ചെയ്യാം എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ക്രെഡിറ്റ് നോട്ടിനെ സംബന്ധിച്ചാണ്. ക്രെഡിറ്റ് നോട്ട് ഹാൻഡിലിംഗ് ഇഫക്റ്റീവ് October 2025 പീരീഡ് ഓൺവേർഡ്. അപ്പോൾ നമുക്ക് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഇപ്പോഴും ഉള്ള സെപ്റ്റംബർ മാസത്തെ റിട്ടേൺ ഒക്ടോബറിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രെഡിറ്റ് നോട്ട് സംബന്ധിച്ച് അമെൻമെൻറ്റ് വരുന്നതാണ്. എന്നാൽ ഈ ഒരു അഡ്വൈസറിയിൽ ക്ലാരിറ്റി തരുന്നത് ക്രെഡിറ്റ് നോട്ട് ഒക്ടോബർ റിട്ടേൺ പീരീഡ് ഇഫക്റ്റീവ് October 2025 പീരീഡ് ഓൺവേർഡ്സ് എന്നാണ് അതിൽ പറയുന്നത്. 2025
ഒക്ടോബർ പീരീഡ് എന്ന് പറയുമ്പോൾ ഒക്ടോബറിലെ റിട്ടേൺ നമ്മൾ നവംബറിൽ ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു ക്രെഡിറ്റ് നോട്ടുമായി സംബന്ധിച്ച് മാറ്റങ്ങൾ, എന്ത് മാറ്റങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റെസിപ്പിയൻ ടാക്സ് പേയേഴ്സ് വിൽ ഹാവ് ടു ഓപ്ഷൻ ടു കീപ് ക്രെഡിറ്റ് നോട്ട് ഓർ റിലേറ്റഡ് ഡോക്യുമെൻറ്റ് പെൻഡിങ് ഫോർ എ സ്പെസിഫൈഡ് പീരീഡ്. നമുക്ക് ഇത്രയും നാളും ക്രെഡിറ്റ് നോട്ട് പെൻഡിങ്ങിൽ വെക്കാൻ സാധിക്കുമായിരുന്നില്ല. അക്സെപ്റ്റ്, റിജക്റ്റ്, പെൻഡിങ് എന്നുള്ളത് ഇൻവോയ്സിൽ മാത്രമേ സാധ്യമായിരുന്നുള്ളൂ, ക്രെഡിറ്റ് നോട്ടിന് അത് സാധ്യമല്ലായിരുന്നു. ഈ ഒരു ഒക്ടോബർ മാസത്തെ റിട്ടേൺ നവംബറിൽ ചെയ്യുമ്പോൾ ആ ഒരു പെൻഡിങ് എന്നുള്ള ഓപ്ഷൻ കൂടി നമുക്ക് ഉണ്ടാവും. On acceptance of credit note or related document, the recipient will also have the flexibility to reduce ITC only to the extent of its availment by adjusting the reversal amount manually. അപ്പോൾ ഈ ക്രെഡിറ്റ് നോട്ടിൽ തന്നെ ഫുൾ എമൗണ്ട് നമുക്ക് ആ എമൗണ്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ഫെസിലിറ്റി, ഇപ്പോൾ ഒരു ക്രെഡിറ്റ് നോട്ട് ഫുള്ളായിട്ട് വന്നു, 500 രൂപ വന്നു, നമുക്ക് ശരിക്കും അതിനകത്ത് എക്സ്റ്റെൻഡ് ആയിട്ട് വരുന്നത് 250 രൂപയുള്ളെങ്കിൽ അവിടെ നമുക്കൊരു റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലെക്സിബിലിറ്റി ടു റെഡ്യൂസ് ഓൺ അക്സെപ്റ്റൻസ് ഓഫ് ക്രെഡിറ്റ് നോട്ട് ഓർ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്. ഒരു ക്രെഡിറ്റ് നോട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ദ റെസിപ്പിയൻറ്റ് വിൽ ആൾസോ ഹാവ് ദി flexibility to reduce ITC only to the extent of its availment of adjusting the reversal amount manually. നമ്മൾ 500 രൂപയും റിവേഴ്സ് ചെയ്യേണ്ടതില്ല, എന്നാൽ ആക്ച്വൽ അവിടെ 250 രൂപയുള്ളെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു ലയബിലിറ്റി കുറയ്ക്കാം, 250 നമുക്ക് റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഈ ഒരു ക്രെഡിറ്റ് നോട്ട് സംബന്ധിച്ച് അമെൻമെൻറ്റിൽ വരുന്നുണ്ട്. അത് ഒക്ടോബർ മാസത്തെ റിട്ടേൺ നവംബറിൽ ചെയ്യുമ്പോഴാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് ഈ ഒരു അഡ്വൈസറിയിൽ പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറയുവാണെങ്കിൽ 2B ജനറേഷന് ഒരു മാറ്റവുമില്ല, 14-ാം തീയതി കൃത്യമായി ജനറേറ്റ് ആവും. 2Bയിൽ നിന്ന് 3Bയിലേക്ക് കൃത്യമായി അത് ജനറേറ്റ് ആവും. IMS 2B ജനറേറ്റ് ആവാൻ നമ്മൾ ഒരു കാര്യവും തന്നെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. അതുപോലെ IMSൽ എന്തെങ്കിലും നമ്മൾ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് അത് 2Bയിലേക്ക് റീകമ്പ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട്. ആൻഡ് ക്യാൻ റീജനറേറ്റ് GSTR 2B. നമുക്ക് 2B എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ 3B ഫയൽ ചെയ്യുന്നതിന് മുമ്പ് റീജനറേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും ഉണ്ട്. അതുപോലെ അടുത്ത മാസം, അതായത് ഒക്ടോബർ മാസം റിട്ടേൺ നവംബറിൽ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് നോട്ടുമായി സംബന്ധിച്ച 2 അമെൻമെൻ്റാണ് വരുന്നത്. ഒന്ന് നമുക്ക് പെൻഡിങ് ആക്ഷനും കൂടി നമുക്ക് കിട്ടുന്നു. അതുപോലെ നമുക്ക് ക്രെഡിറ്റ് നോട്ടിൻ്റെ ലയബിലിറ്റി നമുക്ക് മാനുവലി റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി, നമ്മുടെ എത്ര എക്സ്റ്റെൻഡ് വരെയാണോ ITCയുടെ ഇത് ഉള്ളത് ആ ഒരു ക്രെഡിറ്റ് നോട്ടിൽ നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ഒരു ഫെസിലിറ്റിയും കൂടി ഈ ഒരു IMSൽ നമുക്ക് ലഭിക്കുമെന്നാണ് ഈ ഒരു അഡ്വൈസറിയിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വൈസറി നമുക്ക് പോർട്ടലിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നത് സെപ്റ്റംബർ 25, 2025 അതായത് അഡ്വൈസറി ടു ഫയൽ പെൻഡിങ് റിട്ടേൺസ് ബിഫോർ എക്സ്പയറി ഓഫ് 3 years. നമുക്കറിയാം ഫൈനാൻസ് ആക്ട് 2023 ഒരു അമെൻമെൻറ്റ് കൊണ്ടുവന്നിരുന്നു. അത് 28/2023 എന്ന നോട്ടിഫിക്കേഷൻ വഴിയാണ് അത് നോട്ടിഫൈ ചെയ്യപ്പെട്ടത്. അതിൻ പ്രകാരം 3 വർഷമാണ് ഒരു റിട്ടേൺ ഡ്യൂ ഡേറ്റ് മുതൽ 3 വർഷമാണ് നമ്മൾക്ക് പോർട്ടലിൽ റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഏതൊക്കെ റിട്ടേൺ ആണ് ആ ഒരു പീരീഡ് കഴിഞ്ഞ് എക്സ്പയറി ആകുന്നത് എന്ന് സംബന്ധിക്കുന്ന ഒരു അഡ്വൈസറി ആണ് ഈ ഒരു സെപ്റ്റംബർ 25 ഇറങ്ങിയത്. നമുക്കത് നോക്കാം. ആസ് പെർ ഫൈനാൻസ് ആക്ട് 2023 ഡേറ്റഡ് 31/3/2023 ഇംപ്ലിമെൻറ്റഡ് വിത്ത് എഫക്ട് ഫ്രം 1/10/2023 വൈഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 28/2023 അതുവഴിയാണ് ഈ ഒരു നോട്ടിഫൈ ചെയ്യപ്പെട്ടത് ഈ ഒരു പീരീഡ് ലിമിറ്റ് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ ഏതൊക്കെ റിട്ടേൺ ആണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് സെക്ഷൻസ് കവർ GSTR 1, GSTR 1A. GSTR 1 നമുക്ക് എന്താണെന്നറിയാം, നമ്മുടെ ഔട്ട്വേർഡ് സപ്ലൈ ഡിക്ലെയർ ചെയ്യുന്നതാണ്. 1A അതിന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാനുള്ളതാണ്. GSTR 3B നമ്മളുടെ മന്ത്ലി ഔട്ട്വേർഡ് ഇൻവേർഡും കൂടി ചേർന്ന് വരുന്ന റിട്ടേൺ ആണ്. GSTR 4 നമ്മുടെ കോമ്പോസിഷൻ റിട്ടേൺ ആണ്. GSTR 5 എന്ന് പറയുന്നത് നോൺ റെസിഡൻറ്റ് ടാക്സബിൾ പേഴ്സൻ്റെതാണ്. GSTR 5 എന്ന് പറയുന്നത്. 5A എന്ന് പറയുന്നത് ഓൺലൈൻ ഇൻഫർമേഷൻ ആൻഡ് ഡാറ്റാബേസ് ആക്സസിൻ്റെ ODRൻ്റെ അവരുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുള്ള റിട്ടേൺ ആണ് 5A.
GSTR 6 എന്ന് പറയുന്നത് ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ആണ്. GSTR 7 നമുക്കറിയാം TDS റിട്ടേൺ ഫയൽ ചെയ്യുന്നതാണ്. GSTR 8 ഇ-കോമേഴ്സ് ഓപ്പറേറ്റർ ഫിൽ ചെയ്യേണ്ട റിട്ടേൺ ആണ്. GSTR 9 and 9C നമ്മുടെ ആനുവൽ റിട്ടേൺസ് ആണ്. അപ്പോൾ ഇത്രയും റിട്ടേൺസ് ഇപ്പോൾ നവംബർ 1 മുതൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് ഒക്ടോബർ 31 ഈ ഒരു പീരീഡ് നമുക്കവിടെ ഡ്രോപ്പ് ആവും, ഫയൽ ചെയ്യാനുള്ള ഒരു പീരീഡ്. ഹെൻസ് എബോ മെൻഷൻ റിട്ടേൺസ് വിൽ ബി ബാർഡ് ഫ്രം ഫയലിംഗ് ആഫ്റ്റർ എക്സ്പയറി ഓഫ് 3 years. The said restriction will be implemented on the GST portal from October 2025 tax period, which means any return for which due date was 3 years back or more and has not been filed till October tax period will be barred from filing. In this regard, an advisory was already നേരത്തെ നമുക്ക് ഒക്ടോബറിൽ പിന്നെ 29/2024 കഴിഞ്ഞ വർഷം ഇത് സംബന്ധിച്ച ഒരു അഡ്വൈസറി ഉണ്ടായിരുന്നു. എന്നാൽ അത് ഇപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ താഴെ കുറേ റിട്ടേൺസ് ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെയാണ് ടൈം ബാർ ആകുന്നതെന്ന്. GSTR 1 അതായത് നമ്മുടെ ഔട്ട്വേർഡ്, അതിൻ്റെ IFF, അതുപോലെ ക്വാർട്ടർലി റിട്ടേൺ ആയ QRMB സെലക്ട് ചെയ്തവരുടെ GSTR 1Q, GSTR 3B, അതിലും നമുക്ക് ക്വാർട്ടർലി ഉണ്ട്, മന്ത്ലി ഉണ്ട്. അതാണ് ഇവിടെ GSTR 3B മന്ത്ലി എന്ന് ഇട്ടിട്ടുണ്ട്, GSTR 3B ക്വാർട്ടർലി എന്ന് ഇട്ടിട്ടുണ്ട്. GSTR 4 കോമ്പോസിഷൻ റിട്ടേൺ, GSTR 5 നോൺ റെസിഡൻറ്റിൻ്റെ, GSTR 6 ഇൻപുട്ട് സർവീസിൻ്റെ, GSTR 7 TDS, GSTR 8 ഇ-കോമേഴ്സ്, 9 9C ആനുവൽ റിട്ടേൺസ്. ഇത്രയും റിട്ടേൺസ് അത് ഏത് വർഷമാണെന്ന് പറയുന്നുണ്ട്. സെപ്റ്റംബർ 2022 ഈ പറയുന്ന മാസങ്ങളിലെ റിട്ടേണ് നമുക്ക് ഈ ഒക്ടോബർ 31 നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിൽ പോർട്ടലിൽ പിന്നെ അത് നമുക്ക് ഫയൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല എന്നൊരു റിമൈൻഡ് ചെയ്യിക്കുന്ന ഒരു അഡ്വൈസറിയാണ് ഈ ഒരു അഡ്വൈസറി. അതായത് ആനുവൽ റിട്ടേൺ ഫയൽ 2020-21 ആനുവൽ റിട്ടേൺ ആരെങ്കിലും ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് ചാൻസ് എന്ന് പറയുന്ന ഈ 31 ഒക്ടോബർ വരെയാണ്. അതിനുശേഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുപോലെ GSTR 4 കോമ്പോസിഷൻ റിട്ടേൺ ഫൈനാൻഷ്യൽ ഇയർ 2021-22 റിട്ടേൺ ആരെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ ഒക്ടോബർ 31 ആണ് ലാസ്റ്റ് ഡേറ്റ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ഫയൽ ചെയ്യാൻ സാധിക്കില്ല. ഈ 2 ഇമ്പോർട്ടൻ്റ് അഡ്വൈസറിയും നിങ്ങളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുന്നു. മറ്റൊരു ഇമ്പോർട്ടൻ്റ് അഡ്വൈസറിയും അപ്ഡേറ്റ്സുമായി വരുന്നത് വരെയും നന്ദി, നമസ്കാരം.